നിങ്ങൾ ക്യാറ്റ് പോസിൽ വരിക. ഇതുപോലെ ക്യാറ്റ് പോസ്. എന്നിട്ട് മുട്ടുകൾ നിങ്ങൾ അടുപ്പിച്ച് വെക്കുക. ആദ്യത്തെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ വലതുകാല് ഇതുപോലെ ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുകാല് വലത് സൈഡിലോട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യും. ഇനി വീണ്ടും വലതുകാല് പിന്നോട്ട് ഇതുപോലെ. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ മടക്കി വലതുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് അപ്പ്, റിലാക്സ്. ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടുകാല് തലയിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ക്യാറ്റ് പോസിൽ വരിക. ക്യാറ്റ് പോസ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ വലതു സൈഡിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പിന്നോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ തലയിൽ മുട്ടിക്കാൻ നോക്കുക, മുട്ടുകാൽ. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ്. ഇനി വലതുകാൽ റിലാക്സ് ആവുക, ക്യാറ്റ് പോസ്. ഇനി ഇടതുകാൽ ഉയർത്തുക ആവുന്നത്ര. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ ഇടതുവശത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പിന്നോട്ട് ആവുന്നത്ര. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ്. ഇനി റിലാക്സ് ആവുക. ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു റൗണ്ടായി. ഇൻഹേൽ വലതുകാൽ അപ്പ് ചെയ്യുക. എക്സേൽ വലതുകാൽ വലത് സൈഡിലോട്ട്. ഇൻഹേൽ വലതുകാൽ പിന്നോട്ട്. എക്സേൽ വലതുകാൽ തലയിൽ മുട്ടിക്കാൻ നോക്കുക. ഇൻഹേൽ വലതുകാല് അപ്പ് ചെയ്യുക, റിലാക്സ്. ഇനി ഇൻഹേൽ ഇടതുകാൽ അപ്പ് ചെയ്യുക. എക്സേൽ ഇടതുകാൽ ഇടതുവശത്തോട്ട്. ഇൻഹേൽ ഇടതുകാൽ പിന്നോട്ട്. എക്സേൽ ഇടതുകാൽ തലയിൽ മുട്ടിക്കാൻ നോക്കുക. ഇൻഹേൽ ഇടതുകാൽ സ്ട്രെച്ച് ചെയ്യുക. ഇനി റിലാക്സ്. 2 റൗണ്ടായി. ഇൻഹേൽ വലതുകാൽ അപ്പ് ചെയ്യുക. നമുക്ക് 2 റൗണ്ട് കൂടി ചെയ്യാം. എക്സേൽ വലതുകാൽ വലത് സൈഡിലോട്ട്. ഇൻഹേൽ വലതുകാൽ പിന്നോട്ട്. എക്സേൽ വലതുകാൽ തലയിൽ മുട്ടിക്കാൻ നോക്കുക. ഇൻഹേൽ വലതുകാൽ അപ്പ് ചെയ്യുക, റിലാക്സ്. ഇൻഹേൽ ഇടതുകാൽ അപ്പ് ചെയ്യുക. എക്സേൽ ഇടതുകാൽ ഇടതുവശത്തോട്ട്. ഇൻഹേൽ ഇടതുകാൽ അപ്പ് ചെയ്യുക. എക്സേൽ ഇടതുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ ഇടതുകാൽ അപ്പ് ചെയ്യുക ആൻഡ് റിലാക്സ്. ഒരു റൗണ്ട് കൂടി. ഇൻഹേൽ വലതുകാൽ അപ്പ് ചെയ്യുക. എക്സേൽ വലതുകാൽ വലതുവശത്തോട്ട്. ഇൻഹേൽ വലതുകാൽ അപ്പ് ആവുന്ന പോലെ ചെയ്യുക. എക്സേൽ വലതുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ വലതുകാൽ അപ്പ്. എക്സേൽ റിലാക്സ്. ലാസ്റ്റ് വൺ. ഇൻഹേൽ ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക. എക്സേൽ ഇടതുകാൽ ഇടതുവശത്തോട്ട്. ഇൻഹേൽ ഇടതുകാല് അപ്പ് ചെയ്യുക. എക്സേൽ ഇടതുകാൽ തലയിൽ മുട്ടിക്കാൻ നോക്കുക. ഇൻഹേൽ അപ്പ് ചെയ്യുക, അതിനുശേഷം റിലാക്സ്. ഇപ്പോൾ നമ്മൾ 4 റൗണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു തവണ കൂടി 4 റൗണ്ട് കൂടി ചെയ്യുക, അല്ലെങ്കിൽ ഒരു 8 റൗണ്ട് കൂടി ഇനി ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചൈൽഡ് പോസിൽ ഇതുപോലെ റിലാക്സ് ആവാം. നിങ്ങൾ മാറ്റിൽ മലർന്ന് കിടക്കുക. നമ്മൾ കിടന്നുകൊണ്ടൊരു പൊസിഷനാണ് ചെയ്യുന്നത്. ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ ഈ 2 കൈയും നിങ്ങൾ ഇതുപോലെ ഒരു ക്രോസ് പോലെ വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ കാല് ഉയർത്തിയിട്ട് ഈ കാലിന്റെ പാദം ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഓപ്പോസിറ്റ് കൈയിൽ തൊടാൻ നോക്കണം. അതിനുശേഷം അപ്പ് ചെയ്ത് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മാറി മാറി ഒരു 5 തവണ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് ഇതുപോലെ കിടക്കുക. കൈകൾ ക്രോസ് പോലെ വെക്കുക.
ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലതുകാൽ ഉയർത്തുക, ആവുന്നത്ര ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ ഇടത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ട് വലതുകാൽ ഇടത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഇനി ഇടതുകാൽ അപ്പ് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട്. ശ്വാസം വിട്ട് ഇടതുകാൽ വലത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ട് ഇടതുകാൽ ഇടത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഒരു റൗണ്ട്. ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ്. ഇനി ഇടത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. വലതുകാൽ വലത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ അപ്പ് ചെയ്യുക. ശ്വാസം വിട്ട് വലത് കൈ തൊടുക. ശ്വാസം എടുത്ത് അപ്പ്. ശ്വാസം വിട്ട് ലെഫ്റ്റ് ലെഗ്. ശ്വാസം എടുത്ത് അപ്പ്. ശ്വാസം വിട്ട് ഡൗൺ. ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ്. എക്സേൽ ലെഫ്റ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്. എക്സേൽ റൈറ്റ് സൈഡ്. ഇൻഹേൽ അപ്പ് ആൻഡ് ഡൗൺ. ഇൻഹേൽ ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക. എക്സേൽ റൈറ്റ് സൈഡിലേക്ക്. ഇൻഹേൽ അപ്പ്. എക്സേൽ ലെഫ്റ്റ് സൈഡിലോട്ട്. ഇൻഹേൽ അപ്പ് ആൻഡ് ഡൗൺ. നാലാമത്തെ റൗണ്ട്. ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ്. എക്സേൽ ഇടത് കൈ തൊടുക. ഇൻഹേൽ അപ്പ്. എക്സേൽ വലത് കൈ തൊടുക. ഇൻഹേൽ അപ്പ് ആൻഡ് ഡൗൺ. നാലാമത്തെ റൗണ്ട്. വലതുകാൽ അപ്പ് ചെയ്യുക. ഇടത് കൈ തൊടുക. ഇൻഹേൽ അപ്പ്. ഇടത് കൈ തൊടുക. ഇൻഹേൽ അപ്പ്, ഡൗൺ. ലാസ്റ്റ് റൗണ്ട്. ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ്. എക്സേൽ ലെഫ്റ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്. എക്സേൽ റൈറ്റ് സൈഡ്. ഇൻഹേൽ അപ്പ് ആൻഡ് ഡൗൺ. ഇൻഹേൽ ലെഫ്റ്റ് ലെഗ് അപ്പ്. എക്സേൽ റൈറ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്. എക്സേൽ ലെഫ്റ്റ് സൈഡ്. ഇൻഹേൽ അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ നമ്മൾ 5 റൗണ്ടായി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 അല്ലെങ്കിൽ 10 തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ റിലാക്സ് ആവാം. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.